one of the problems related to simple linear regression analysis. So this is the question. In this question, first we need to find y is equal to beta 0 plus beta 1 hat beta 1 x plus u, and the second sub question is test the hypothesis at 5% level of significance, and third one we need to find r square, and fourth one is to economic interpretation of the estimated results. So to find the values for beta 0 plus beta 1 hat beta 1 x plus u, we need to transform this function to the sampled regression function. So that is equal to beta 0 cap plus beta 1 cap x plus u. ഇനി ഇതിന് ഓരോ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് ആയിട്ട് കണ്ടുപിടിക്കണം. സോ ടു ഡു സോ വി നീഡ് സം ഫോമുല. സോ ബീറ്റ 1 ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. സിമിലർലി ബീറ്റ 0 ക്യാപ്പ് കണ്ടുപിടിക്കുന്ന ഫോമുല എന്ന് പറയുന്നത് y ബാർ മൈനസ് ബീറ്റ 1 ഹാറ്റ് എക്സ് ബാർ. ഇതിൽ y ബാർ ആൻഡ് എക്സ് ബാർ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ദ mean values of x and y. So y bar is equal to sigma yi by n, x bar is equal to sigma xi by n. ഇനി നമ്മൾക്ക് ഇപ്പം ക്വസ്റ്റ്യനിൽ എപ്പോഴും y വാല്യൂവും x വാല്യൂവും മാത്രമേ തരൂ. അപ്പോൾ അതിൽ നിന്നും ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾക്ക് ബീറ്റ 1 ക്യാപ്പും ബീറ്റ 0 ക്യാപ്പും കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? എക്സ് വൈ ആവശ്യമുണ്ട്, എക്സ് സ്ക്വയർ ആവശ്യമുണ്ട്, അതുപോലെ സിഗ്മ വൈ, സിഗ്മ എക്സ്, പിന്നെ ഓരോന്നിൻ്റെയും സിഗ്മ ടോട്ടൽ വാല്യൂവും വേണം. അപ്പം നമ്മളിനി ഇപ്പം ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇനി ഇതിലെ വാല്യൂസ് ഓരോന്നായിട്ട് ഈ ഫോമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ബീറ്റ 1 ക്യാപ്പിന് ഈ സിഗ്മ എക്സ് വൈ എടുക്കുക, അതുപോലെ സിഗ്മ എക്സ്, സിഗ്മ വൈ, ദെൻ സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യം എക്സ് സ്ക്വയർ എടുത്തതിന് ശേഷം അതിൻ്റെ സമ്മേഷൻ എടുക്കുന്നത്. അപ്പം അങ്ങനെ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഫോർ ബീറ്റ 1 ക്യാപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.509. ഇനി നമ്മൾ ബീറ്റ 0 ക്യാപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദി ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ബാർ മൈനസ് ബീറ്റ 1 ക്യാപ്പ് എക്സ് ബാർ. അതിൽ വൈ ബാർ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫോമുല നോക്കിയിരുന്നു. അപ്പം ആ ഫോമുലയിലോട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് വൈ ബാർ ഇസ് ഈക്വൽ ടു 111 ആൻഡ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 170. ഇനി സെയിം ബീറ്റ 1 ക്യാപ്പ് ചെയ്ത പോലെ തന്നെ ആ ഇക്വേഷനിലോട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ബീറ്റ 0 ക്യാപ്പ് ആസ് 24.47. സോ നമ്മൾ ഇനി ഈ രണ്ട് വാല്യൂസും ബീറ്റ 1ൻ്റെ വാല്യൂയും ബീറ്റ 0ൻ്റെ വാല്യൂയും ആ ഇക്വേഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ക്വസ്റ്റ്യനിലുള്ള ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പം സോ y ഈസ് ഈക്വൽ ടു 24.47 പ്ലസ് 0.509 എക്സ് പ്ലസ് യു. ഇത് എന്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് പറയേണ്ടത്. എന്താണിത് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. So the test of significance of parameters at 5% level of significance. സെക്കൻഡ് ആ ക്വസ്റ്റ്യൻ്റെ ഭാഗം വരുന്നത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യണം. സോ സിൻസ് ദ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് 10 ഉള്ളൂ, സോ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു അപ്ലൈ ടി ടെസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് നമ്മൾ ആ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ സെറ്റ് ടെസ്റ്റും ലെസ് ദാൻ 30 ആണെങ്കിൽ ടി ടെസ്റ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ടി ടെസ്റ്റ് ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. വി വിൽ ബി യൂസിങ് ടി ടെസ്റ്റ് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ബീറ്റ 0യും ബീറ്റ 1ഉം. അപ്പം ഓരോ പാരാമീറ്റേഴ്സിനും സിഗ്നിഫിക്കൻസ് ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മൾക്ക് കിട്ടിയ വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് null hypothesis and alternative hypothesis സെറ്റ് ചെയ്യണം. സോ ഇൻ ദിസ് കേസ് ദ null hypothesis എന്ന് പറയുന്നത് ബീറ്റ 1 ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ബീറ്റ 1 ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പം നമ്മളിപ്പം ഈ പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 1 ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പോൾ വി യൂഷ്വലി യൂസ് 2 tail ടെസ്റ്റാണ് എടുക്കുന്നത്, നോട്ട് ഈക്വൽ ടു ആണ് എടുക്കുന്നത്. 1 tail ടെസ്റ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയും. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ വരുന്നത്. സോ ടി സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ബീറ്റ 1 കണ്ടുപിടിക്കാനുള്ള ടി ടെസ്റ്റിൻ്റെ വാല്യൂ ഫോമുല എന്ന് പറയുന്നത് ബീറ്റ 1 ക്യാപ്പ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ 1 ക്യാപ്പ്. അപ്പം ഇതിൽ നമ്മൾക്ക് ബീറ്റ 1 ക്യാപ്പിൻ്റെ വാല്യൂ ഓൾറെഡി ഉണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ 1 ക്യാപ്പ്. ഈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ 1 ക്യാപ്പിൻ്റെ ഫോമുല എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് ബീറ്റ 1 ക്യാപ്പ്. സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് ബീറ്റ 1 ക്യാപ്പ്.
ഇനി അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? സിഗ്മ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഇനി ഇവിടെ നമ്മളൊരു കാര്യം നോക്കണം. നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ സ്മോൾ ലെറ്റർ എക്സും കണ്ടുപിടിക്കണം, സിഗ്മ എക്സ് ഐ സ്ക്വയറും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സിഗ്മ യു സ്ക്വയറും കണ്ടുപിടിക്കണം. ഇനി സിഗ്മ യു സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ ഇ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ടു. ഈ എൻ മൈനസ് ടു എന്ന് പറയുന്നതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇപ്പം നമ്മളുടെ ഇക്വേഷനിലെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എത്ര എണ്ണമാണ്? 2 പാരാമീറ്റേഴ്സാണ് ഉള്ളത്, β0 ആൻഡ് β1. അപ്പോൾ നമ്മളുടെ ഇതെന്ന് പറയുന്നത് 2 ആവും. ഈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾസ്. സോ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു. നമ്പർ ഓഫ് സാമ്പിൾസ് മൈനസ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ടു ബി എസ്റ്റിമേറ്റഡ് ആണ്. സോ നമ്മൾക്കിവിടെ സിഗ്മ യു സ്ക്വയർ കാണണമെങ്കിൽ സിഗ്മ ഇ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ടു ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം സിഗ്മ ഇ ഐ സ്ക്വയർ കണ്ടുപിടിക്കണം. സിഗ്മ ഇ ഐ സ്ക്വയറിൻ്റെ ഫോർമുല എന്താ? സിഗ്മ വൈ ഐ സ്ക്വയർ മൈനസ് β1 ക്യാപ് സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിഗ്മ വൈ ഐ സ്ക്വയറും സിഗ്മ എക്സ് ഐ സ്ക്വയറുമാണ്. അപ്പം സിഗ്മ വൈ ഐ സ്ക്വയറും സിഗ്മ എക്സ് ഐ സ്ക്വയറും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിഗ്മ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അതുപോലെ വൈ ഐ സ്ക്വയർ കാണുന്നത് സിഗ്മ ക്യാപിറ്റൽ ലെറ്റർ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഐ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഈ എക്സ് ഐയും വൈ ഐയുടെയും വാല്യൂ നമ്മൾക്ക് ടേബിളിൽ നിന്ന് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് സിഗ്മ എക്സ് ഐ സ്ക്വയറും സിഗ്മ വൈ ഐ സ്ക്വയറും. അപ്പോൾ നമ്മൾ സിഗ്മ എക്സ് ഐ സ്ക്വയർ ക്യാപിറ്റൽ ലെറ്റർ ഇതിൻ്റെ വാല്യൂസ് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് 33,000 ആൻഡ് സിഗ്മ വൈ ഐ സ്ക്വയർ എന്ന് പറയുന്നത് 8,890 എന്ന് കിട്ടും. ഇനി ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഇപ്പോൾ സിഗ്മ എക്സ് ഐ സ്ക്വയറും സിഗ്മ വൈ ഐ സ്ക്വയറും കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ ഇ ഐ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ ഇ ഐ സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ വൈ ഐ സ്ക്വയർ മൈനസ് β1 ക്യാപ് സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. അത് കണ്ടുപിടിക്കാം. അങ്ങനെ ആ ഇക്വേഷനിൽ നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ഇ ഐ സ്ക്വയർ എന്ന് പറയുന്നത് 340.33 എന്ന് കിട്ടും. ഇനി അത് വെച്ചിട്ട് സിഗ്മ യു സ്ക്വയർ കണ്ടുപിടിക്കാം. ജസ്റ്റ് ഓപ്പോസിറ്റ് മുകളിലോട്ട് തന്നെ പോകും. നമ്മൾ എഴുതി വന്നതിൻ്റെ മുകളിലോട്ട് കണ്ടുപിടിക്കാം. അപ്പം സിഗ്മ യു സ്ക്വയർ എന്ന് പറയുന്നത് 42.54 എന്ന് കിട്ടും. ദെൻ അത് വെച്ച് നമ്മൾ വേരിയൻസ് ഓഫ് β1 ക്യാപ്പ് കണ്ടുപിടിക്കാം. സോ വേരിയൻസ് ഓഫ് β1 ക്യാപ്പിൻ്റെ ഇക്വേഷനിലോട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.0013 എന്ന വാല്യൂ കിട്ടും. ഇനി ഇത് വെച്ച് സ്റ്റാൻഡേർഡ് എറർ ഓഫ് β1 നോക്കുക. സോ സ്റ്റാൻഡേർഡ് എറർ ഓഫ് β1 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് β1 ക്യാപ്പാണ്. അപ്പം ദാറ്റ് ഈസ് വാല്യൂ ആൻസർ എന്ന് പറയുന്നത് 0.036 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളുടെ ടി സ്റ്റാർ എന്ന് പറയുന്നത് എന്താ? β1 ക്യാപ്പ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് β1 ക്യാപ്പാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ β1 ക്യാപ്പിൻ്റെ വാല്യൂ ഉണ്ട്, സ്റ്റാൻഡേർഡ് എറർ ഓഫ് β1 ക്യാപ്പ് ഉണ്ട്. അപ്പം ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കാൽക്കുലേറ്റഡ് ടി വാല്യൂ എന്ന് പറയുന്നത് 14.14 കിട്ടും. സോ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മളുടെ ടോട്ടൽ ടെസ്റ്റാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി ടേബിൾ വാല്യൂ എടുക്കണം. ടേബിൾ വാല്യൂ വിത്ത് n-2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് നമ്മൾ ടേബിൾ വാല്യൂ എടുക്കും. n-2 എന്ന് പറയുന്നത് എന്താണെന്ന് ഓർമ്മയില്ലേ? n എന്ന് പറയുന്നത് 10 ആയിരുന്നു. 10 മൈനസ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ടു ബി എസ്റ്റിമേറ്റഡ്. സോ 10 - 2 = 8. സോ വിത്ത് 8 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ 5% ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഒരു സൈഡ് 0.025 ആൻഡ് മറ്റേ സൈഡും 0.025 ആണ്. അപ്പം ദ ടേബിൾ വാല്യൂ ഓർ ദ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ടി ഫോർ 0.025 ലെവലിൽ എന്ന് പറയുന്നത് എത്രയാണ്? 2.31 ആണ്. ഇത് ടേബിൾ വാല്യൂ ആണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ലോഗ് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മളുടെ റൂൾ ഓഫ് തമ്പ് എന്തായിരുന്നു? നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 14.14 ആൻഡ് ദ ടേബിൾ വാല്യൂ ഈസ് 2.31. നമ്മളുടെ റൂൾ ഓഫ് തമ്പ് എന്തായിരുന്നു? ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ വി reject the null hypothesis and we infer that β1 is statistically significant. So in this case our β1 value, നമ്മൾക്ക് കിട്ടിയ β1 value എന്ന് പറയുന്നത് statistically significant ആണ്, കറക്റ്റ് ആണ്. കാരണം because we are rejecting the null hypothesis using calculated value and table value. ഇനി അടുത്ത കേസ് സിമിലർലി ടെസ്റ്റ് β0 ക്യാപ്. β0ൻ്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാം. അപ്പം β0 എന്ന് പറയുന്നത് എന്താ? ടി ടെസ്റ്റ് എന്താ? β0 ക്യാപ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് β0 ക്യാപ്.
സോ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ സീറോ ക്യാപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് ബീറ്റ സീറോ ക്യാപ്പ് ആണ്. ആൻഡ് വേരിയൻസ് ഓഫ് ബീറ്റ സീറോ, അതിൽ വേരിയൻസ് ഓഫ് ബീറ്റ സീറോ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സിഗ്മ യു ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു വേരിയൻസ് ഓഫ് ബീറ്റ സീറോ ക്യാപ്പ് എന്ന് പറയുന്നത്? സിഗ്മ യു ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ആയിരുന്നു. പക്ഷേ ഇവിടെ ബീറ്റ സീറോ ക്യാപ്പിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. ഓക്കെ, അവിടെ സിഗ്മ യു ഐ സ്ക്വയർ ആയിരുന്നു, ഇവിടെ സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഇതിലോട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ ക്യാപ്പ്, ദാറ്റ് ഇസ് 6.44. ഇനി അതിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? സോറി, സ്റ്റാൻഡേർഡ് എറർ കിട്ടി. ഇനി അതിൽ നിന്നും ടി ടെസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ദ വാല്യൂ ഇസ് 3.799. ഇനി നമ്മൾ അതിൻ്റെ ടേബിൾ വാല്യൂ എടുത്തു കഴിയുമ്പോൾ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 2.31 ആണ്. സോ വാട്ട് വി ക്യാൻ സീ ഹിയർ ഇസ് the calculated value is greater than table value, so we reject the null hypothesis and infer that beta 0 is statistically significant.